ഇവനെന്താ മത്തി നോക്കിയിരിക്ക? ഏടാ എന്തേ? അതാരെന്ന് മനസ്സിലായ എനിക്ക്? ഇല്ല, ആരാ? ചപ്പൂത്തി മറന്നേടാ, അതാടെ ചെബിലി. ഹിമേ, അതോ ചാരി നോക്കണേ. എടാ അവിടെ ഡോറിന്റെ അടുത്ത്. അൽഹംദുലില്ലാ. അപ്പൊ ഇത് കണ്ടിട്ടില്ലേന്നോളെ? ഇപ്പൊ കണ്ട്. പിന്നെ എവിടെ നോക്കി നിൽക്കുക? അതൊക്കെ പോട്ടെ, ഓളെന്താ ഇവിടെ? ആർക്കറിയാം. ചെറുപ്പം നിക്കാ പറയാൻ വന്നതോ. ചെബിലി വാ, നമുക്ക് കിച്ചണിൽ പോവാം. അവിടെ നല്ല മണമുണ്ട്. എന്തെങ്കിലും തിന്നാണ്ടാവും. എടി വാടി. ഇവിടെ എന്താണ് വെടി കൊണ്ട പന്നിന്റെ മാതിരി? എടി വാ. റോന എന്തേ? എടി അതാടി റംസാന്. ഏത് എന്തായിരിക്കണ്? ആ വൈറ്റ് ഷർട്ടാ. അതെന്താടി ഇവിടെ? ആർക്കറിയാ? എനിക്ക് കയ്യും കാലം വറക്കണടി. വാ നമുക്ക് പോവാ. അല്ല, ഇങ്ങോട്ട് രണ്ടാളും തങ്ങട്ടാ. ഞങ്ങളുടെ കിച്ചണിക്ക്. ഇതാണ് ഞങ്ങളെ പെങ്ങളിട്ടാ. ഇതവളെ ഫ്രണ്ട്. ഫ്രണ്ടിനെ അങ്ങനെ പരിചയപ്പെടുത്തണമെന്നില്ല, ഞങ്ങൾക്കറിയാം. അതെങ്ങനെ നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ? ചെറുതായിട്ടൊരു പരിചയമുണ്ട്. അതെങ്ങനെ? എന്റെ കാക്ക ചെറുതായിട്ടൊന്ന് നിക്കാഹിക്കാൻ പോവാണ്. അള്ളാ പഠിച്ചവനെ, അപ്പൊ ഇതാണല്ലേ മണവാട്ടി. എന്നാ പിന്നെ പറയണ്ടേ, നമ്മൾ ഇന്നത് ഇത്രയും നേരമായിട്ട് അറിഞ്ഞിട്ടില്ലേ? ആരും അറിഞ്ഞുങ്ങാണ്ട് പറയാതിരുന്നതല്ല, അറിയില്ലായിരുന്നു. എല്ലാരും പരസ്പരം അറിയണവരാന്ന്. നല്ല രസം. എന്നാലേ ചെക്കനും കൊണ്ട് സംസാരിക്കേ. നിങ്ങൾക്ക് കുറെ സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ സംസാരമൊക്കെ പെണ്ണാണല്ലേ കഴിഞ്ഞതാ. പെണ്ണാണല്ലോ സംസാരിച്ചെന്ന് വെച്ചിട്ട് പിന്നെ സംസാരിക്കാൻ പാടില്ലേ? അത് സംസാരിക്കും പിള്ളേരെ. അപ്പൊ ഈ ഫ്രണ്ടാവും ആ ഫ്രണ്ട്, അന്ന് കോൾ എടുത്തിട്ട് എന്നെ പൊട്ടം കളിപ്പിച്ച ഫ്രണ്ട്. എന്തായാലും കാണാൻ രസമുണ്ട്. അധികം കാക്കാതെ നിൽക്കാൻ കഴിയട്ടെ. കഴിഞ്ഞിട്ട് ഒരു കൈ നോക്കാം. പഠിച്ചോനെ വല്ല പ്രേമേറ്റുണ്ടാണാവോ? ഉണ്ടാവരുതേ. അല്ല, എന്നാലും അത് എവിടെ പോയി? ഇവിടൊന്നും കാണാനില്ലല്ലോ. പേരെന്താണാവോ? എടാ പോവാ. ഇങ്ങടെ സംസാരം എത്ര പെട്ടെന്ന് കഴിഞ്ഞാ? കഴിഞ്ഞ് പോവല്ലേ? പോ. എന്നാ പോവാ. എന്താണ് ചി കണ്ണും തുറന്നിച്ച് സ്വപ്നം കാണാ? നമ്മളെന്ത് കാണുന്നു? നിങ്ങളല്ലേ ഇപ്പൊ സ്വപ്നം കാണേണ്ട സമയം. കണ്ടുകൂടി. അത് ചേർത്തിക്കാളെ, കുറച്ച് നേരായിട്ട് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതേ ഇടക്കൊക്കെ ഒന്ന് കുളിക്കണേ. അന്ന് പാടെ അവിടുന്ന്. അല്ല പിന്നെ ഇജ് കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ടട്ടാ. ഇജ് ജനിച്ചപ്പോ ഞാൻ ഉണ്ട് ഇവിടെ. അതിന്റെ ഇപ്പൊ ഞാനെന്ത് കാട്ടി? തൽക്കാലം വെച്ച് ഇപ്പൊ ഒന്നും കാട്ടണ്ട. കാക്കാക്ക് ഇനി നിക്കാതെ പറയാൻ 2 സ്ഥലത്തും കൂടെ പോവല്ലേ? ഞാൻ ഓഫീസിലൊന്ന് പോയിട്ട് വരാം. 2 ഫയൽ എടുക്കാണ്ട്. അന്നവിടെ നിന്നാ എന്തിയേ? ആ പെൺകുട്ടീനെ തൊള്ള നോക്കിയിരിക്കണ ഞാൻ കണ്ടിരുന്നു. കണ്ടില്ലേ? എന്നിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കുക. അതെ, നിക്കാവുന്ന കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അത് ശരി, ഞാൻ പുറമ്പോക്ക്. എടാ അങ്ങനല്ല, നിക്കാതെ കഴിഞ്ഞിട്ടോ നമുക്ക് ജബലിനെ കൊണ്ടുവന്ന് സെറ്റാക്കിപ്പിക്കാലോ. അത് നല്ല ഐഡിയ. അതെന്ന് വിചാരിച്ചിട്ട് പെണ്ണ് കോളേജിൽ പോകുമ്പോൾ പിന്നാലൊന്നും പോകാൻ നിൽക്കണ്ട. ഓളക്കാക്കാരെ കൈൻ്റെ ചൂടറിയാൻ നിൽക്കണ്ട. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യൂല. ചെയ്യാതെ ഒന്ന് അനക്ക് തന്നു. എന്നാ ശരി, കാക്കൊട്ടോ. നല്ല രസമുണ്ടല്ലേ 2 ചെക്കന്മാരെയും കാണാന്. നല്ല മക്കള്. കാണാനും നല്ല രസമുണ്ട്. അതേപോലെ തന്നെ നല്ല തൻ്റെയുള്ള കുട്ടികളാണ്. ഇത്രക്കൊരു സ്വത്ത് മുതലുണ്ടെന്ന് പറയുമ്പോ ഒരു വാപ്പാനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണതിന്റെ ഇരട്ടിക്കരട്ടി ഉണ്ടാക്കിയിരിക്കണം. നല്ല മക്കൾ തന്നെ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, അതിതാ ചെറിയ ചെക്കണ്ടല്ലോ, റോനന്റെ മുഖത്തൊന്നും കണ്ടെടുത്തിട്ടില്ല. തന്നെ ഇതൊക്കെ എപ്പോഴാ കണ്ട്? ഞാൻ എന്നെ ശ്രദ്ധിച്ചു കണ്ടിരുന്നേ. ഒരു മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ആ ചെറിയ ചക്കൻ റോനനെ കണ്ട് അന്താളിച്ച് നിൽക്കുക. പിന്നെ പുതിയാപ്പിള ചക്കൻ പിന്നെ അവന്റെ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുക. എന്തായാലും നല്ല രസമുണ്ട് ചെക്കനും കാണാൻ. റോനമോൾക്ക് നല്ല മെച്ച. അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കറിയില്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ. വെറുതെ നോക്കിയതാണെങ്കിലോ? വെറുതെ നോക്കാൻ സാധ്യത കുറവാണ്. കാരണം അച്ചാതി നോട്ടിന്ന് നോക്കിയെന്ന് ഉറപ്പാണ്. ഓനക്ക് അവളോട് മുഹബത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓനക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം അവളെ കട്ട കമ്പനി ആവുമല്ലോ മൂത്തച്ചി. അത് ശരിയാണല്ലോ. ഇതിങ്ങനെ തന്നെ ആയാൽ മതിയെന്ന് പഠിച്ചോനെ. നല്ല മാച്ചുണ്ട് രണ്ടാളും. ഞമ്മള് പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ, ഓർക്ക് ഇഷ്ടാവണ്ടേ. ആർക്ക്? അതാ ഭാസ്കരേട്ടന്റെ മോളെ കാര്യം പറഞ്ഞതാ. അതെന്തിയേ? ഒക്കെ പിന്നെ പറയാം. പോയി കുളിച്ചാ എത്ര സമയം വന്നിട്ട് ഒന്ന് പോയി കുളിച്ചൂടെ എനിക്ക്? അത് ശരി, ഞാൻ ഇപ്പം തിങ്കളാ കട്ടി, ഞാൻ കുളിച്ചോളാലോ.
ആ എന്നാ ചെല്ലി പോയി കുളിക്കുക. എടാ നാളെ ചുടുക്കും പോകരുത്, എൻ്റെ കൂടെ നിന്ന് വരണം. പറ്റൂല മോനെ, കുറെ കാലമായി ഇപ്പൊ നിക്കാഹിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചില്ലാവാൻ പോലും പറ്റുന്നില്ല. എനിക്ക് നാളെ പോയേ പറ്റുള്ളൂ, കുറെ പരിപാടി ഉണ്ട്. എടാ ഒന്ന് വാട ചെയ്യ്. പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റൂല. ഏതെങ്കിലും കമ്പനിക്കാരെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. ഞാനില്ല. വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട. അല്ല എവിടെ പോവാനാ? അത് ജബിലിക്ക് നിക്കാഹിന്റെ ഡ്രസ്സ് എടുക്കാൻ. അത് പ്രശ്നമില്ല, ഓളെ ഫ്രണ്ടും കൂടെ വരും. ഫ്രണ്ട് വരുമോ? എന്നാ നേരത്തെ പറയണ്ടേ. എന്നാ പിന്നെ ഞാനും വരാം. അതിന്റെ ആവശ്യമില്ല, ബുദ്ധിമുട്ടാവൂലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? അനക്കല്ല, ഞങ്ങക്ക്. എന്തൊക്കെ ആദ്യം വിളിച്ചപ്പോ എനിക്ക് ഒടുക്കത്തെ ചാടം. ഞാൻ ഭാഗത്ത് കണ്ടുപോകരുത്. ഞാൻ വരും. കാക്കാരെ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരട്ടാ. അല്ല ഇജങ്ങട്ടാ? അത് ജബിലിക്ക് ഡ്രസ്സ് എടുക്കാന് ഓളെ കൂടെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിക്ക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മളെ വക എടുത്തു കൊടുത്താലോ? അല്ല ചെക്കൻ്റെ കൂടെ നടത്തു കൊടുക്കണേ, അപ്പൊ അവരെ കൂടെ ഒന്ന് പോയി കൊടുത്താ മതി. അങ്ങനെയല്ലേ? ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഇതാ ആ കാർഡൊന്നും എടുത്തിടുന്ന. കാർഡോ? എന്തിനാ കാക്ക കാർഡ്? ഏതായാലും ഇത് ഓരോ കൂടെ പോവല്ലേ, അനക്കൊടുത്തോ? ശരിക്കും? ആടി വയ്യ ഈ കാക്കാന്റെ ഒരു കാര്യം. ഫ്രണ്ടിന്റെ നിക്കാഹൊക്കെ അല്ലേ, ഒന്ന് അടിച്ചു വിളിച്ചോ. ഇനി തിരിഞ്ഞു കളിച്ച് നിക്കാൻ നിക്കണ്ട, അടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോന്നോണ്ടി. ഇല്ല ലേറ്റ് ആവുന്നില്ല. എന്നാ പിന്നെ താത്താരെ കാക്കാരെ ഞാൻ പോയിട്ടാ. ഉമ്മാനോടും കൂടെ പറയണേ, ഞാൻ രാവിലെ പറഞ്ഞിന്ന്, ഞാനും കൂടെ പറഞ്ഞാളേ. അത് കുഞ്ഞാൻറ്റി കോളേജിൽ പോവാ. യൂണിഫോമും ബാഗോ? അതും ഇന്ന് യൂണിഫോം നിർബന്ധമില്ല, അപ്പം അതുകൊണ്ടാണ് ആൻറ്റീന്ന് കളറിട്ടെ. പിന്നെ ബുക്ക് പഠിച്ചവനെ എന്താ പറയാ, ബുക്ക് ബുക്ക് കോളേജിൽ തന്നെ ഉണ്ട്. എത്ര പോലെ ബുക്ക് ഉണ്ടെന്ന് അറിയാത്തി. എൻ്റെ പോലെ 4-5 ബുക്കുകളെന്ന് വെച്ച് വിചാരിച്ചിക്കണേ. ഒരു ലോഡ് ബുക്ക് ഉണ്ട് ആൻറ്റിക്ക്. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവുണ്ട്, കുറച്ച് ബുക്ക് കോളേജിൽ തന്നെ വെച്ചിക്കോ. അത് പഠിക്കാനാണ് ഇപ്പൊ കുഞ്ഞാറ്റി പോണേ. അറിയാ എനിക്ക്? ഓൻ്റെ റബ്ബി ചെറിയ നാവില് വലിയ വർത്താനം പറഞ്ഞു നോക്കിയോനെ. നിങ്ങളതല്ലേ മോന്, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഡി എവിടെയെന്ന് ഇത്രയും സമയോ? അതിന് ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ വന്നിട്ട് കുറേ നേരമായല്ലോ. എന്നോട് ആരാ നേരത്തെ കാലത്ത് വരാൻ പറഞ്ഞേ? അല്ല ഓരെപ്പോഴാണ് വരിക? എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുമായിരിക്കും. ഇറങ്ങാൻ സമയത്ത് ടെക്സ്റ്റ് അയച്ചിരുന്നു, ഇവിടെ നിൽക്കാനാ പറഞ്ഞേ. അതടി വരുന്നേ. എനിക്കെന്തോ ഒരു പോലെ ചമ്മലാവണ്. എന്തിന്? എന്താണോ എനിക്കെന്തോ ഒരു പോലെ. കാക്ക ജബിലിനെ ഫ്രണ്ട് ഇരുത്തിക്കോ, ഞാൻ ബാക്കി പോയിരുന്നോളാം. എന്തിന്? പ്ലീസ് കാക്ക പ്ലീസ്. അവിടെ നിക്കാതെ കഴിഞ്ഞിട്ടില്ലേ, ആൾക്കാർ വല്ലതും പറയും. ആൾക്കാരാണല്ലോ അല്ലെങ്കിൽ ചെലവിന് തരുന്നേ. കാക്ക ഒന്നും പറയും, അവിടെ ഓടി ഇരിക്കൂലടാ. ചോദിച്ചോക്കൊന്ന്. ജബിലി ഇവിടെ ഇരുന്നോ? അല്ല വേണ്ട, ആരെങ്കിലും കണ്ടാലോ? ഇനിയിപ്പോ എന്താ ഇവിടെ ഇരുന്നോ, ഞാൻ ബാക്കി ഇരുന്നോളാ. ഓൾ ദി ബെസ്റ്റ്. എന്നോടൊന്നും പറഞ്ഞൂടെ? ചെല്ലി. എന്റെ പേരെന്താടോ? റോന. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മാലിക്. നൈസ്. അതെ, എന്തിനാണ് ഓരോ ഇടയിൽ കയറിയിട്ട് കെട്ടുമ്പോഴാണ്? ഓരൊറ്റക്ക് നടന്നോട്ടെ, നമുക്ക് ഒറ്റക്ക് നടക്കാം. എന്ത്? ഒന്നുമില്ല. കൂടെ ആ ഷോപ്പിൽ കൊണ്ടുവരും. അതെന്തിനാ കടയൊക്കെ പോണേ? ഡ്രസ് എടുക്കാനാ? അല്ല, ഐസ്ക്രീം വാങ്ങാൻ. സാധാരണ ടെക്സ്റ്റൈൽസ് ഒക്കെ എല്ലാവരും ഐസ്ക്രീം വാങ്ങാനാണല്ലോ പോലെ.
നോക്കിയില്ലേ കുറച്ച് നീളം കൂടുതലാ. ആ പ്രശ്നമില്ല, ചെറുതാക്കാ. എന്ത്? ഏയ് ഒന്നുമില്ല, ആ നടക്ക്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അത് ശരി, അപ്പൊ നിങ്ങളെന്തിനാ പിന്നെ എന്റെ പിന്നാലെ വന്നിക്കണേ? ഒന്ന് പറ മാഷെ, രസമുണ്ടോ? ആ രസമുണ്ട്. ആഹാ, അതെടുക്കാലേ. ഓരോ എവിടെയാണാവും, ഓരോന്ന് കഴിഞ്ഞില്ലേ? ഓരോ എവിടെയെങ്കിലും നടക്കട്ടെ. സെലക്ട് ചെയ്ത് തരണമെന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ടായതാ, എന്നിട്ട് ഓള് തിരിഞ്ഞു നോക്കണ പോലും ഇല്ല. ഓൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓളെ ഭാവി വരനുണ്ട്. ഓ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അല്ല, ചെന്താ കല്യാണം കഴിക്കാത്തത്? കല്യാണം എനിക്കിപ്പോ തന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. വീട്ടിൽ കല്യാണം നോക്കണില്ലേ? കല്യാണം നോക്കാഞ്ഞിട്ടൊന്നല്ല, ഞാൻ സമ്മതിക്കാത്തോണ്ടാ. എന്താ സമ്മതിക്കാത്തത്? സമ്മതിക്കാത്ത എന്താന്ന് വെച്ചാ, എനിക്ക് പഠിക്കണം, പഠിച്ച ജോലി വേണം, അതൊക്കെ എൻ്റെ ആഗ്രഹം. കല്യാണമൊക്കെ അത് കഴിഞ്ഞിട്ട് കഴിക്കാലോ. അല്ല, നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? ഞാൻ കെട്ടാൻ ഇനി ചങ്ങായി ആദ്യം കെട്ടണ്ടേ. ഇയാള് കല്യാണം കേൾക്കൂലെന്നും പറഞ്ഞ് നടക്കിയിരുന്നു. ജബ്ലിനെ കണ്ട് ഫ്ലാറ്റായി, ഇതാ ഇപ്പൊ നിക്കാഹ് വരെ എത്തി. കണ്ടുവെച്ചിക്കണ എവിടെയും? ഐ മീൻ അഫയർ? ഏയ് എനിക്ക് അഫയർ ഒന്നുമില്ല. എനിക്കുണ്ടാ? ഏയ് എനിക്കൊന്നുമില്ല. അൽഹംദുലില്ലാ ഹൈർ. അപ്പോ ഇപ്പോഴത്തൊന്നും കല്യാണം കേൾക്കൂലെന്നാ പറഞ്ഞു വരുന്നേ? അങ്ങനല്ല, എനിക്കിതുവരെ ആരോടും മുഹബത്തും തോന്നിയിട്ടില്ല. പിന്നെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ കല്യാണം കേൾക്കും. എന്നാലേ കരുതിയിരുന്നു, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു വരവ് വരുന്നുണ്ട്. എന്തിന്? ഹേയ് വെറുതെ രസല്ലേ. നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? ഹേയ് ഒന്നുമില്ലടോ. നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? മനസ്സിലാവാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചേ. മനസ്സിലായിക്കോളൂ, പെരുന്നാൾ കഴിയട്ടെ. അല്ല, നിങ്ങൾ എന്താ നേരത്തെ ഉദ്ദേശിച്ചേ? ഷോ ഇപ്പോഴും മനസ്സിലായില്ല? എന്നാ പിന്നെ മനസ്സിലാക്കണ്ട, നടക്ക്, നമുക്ക് ഓരോ നോക്കാം. അല്ല, എന്നാലും നിങ്ങൾ നേരത്തെ മിണ്ടാതെ നടക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? മനസ്സിലായില്ല. ഞാനാ മോളെ, മാമി. ആ മാമി, നിങ്ങൾ എത്ര ദിവസമായി വിളിച്ചിട്ട്? ഞാനാണെങ്കിൽ നിങ്ങളെ ഫോണിക്ക് ഒരു ലോഡ് വിളിച്ച്, നിങ്ങളെ ഫോണിക്ക് കോള് വരുന്നില്ല. ആ അതൊക്കെ കേട് വന്നിക്കണ്. എന്നാ പിന്നെ കടയിൽ കൊണ്ട കൊടുക്കായിരുന്നില്ലേ? ആ അതാ മുത്തുട്ടി കൊണ്ട കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് കൊടുക്കാം, നാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഓന്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഓൻ എന്നാന്ന് വെച്ചാൽ കൊണ്ട കൊടുക്കട്ടെ. അപ്പോൾ ഓന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാൻ പറഞ്ഞതാണ്. അതന്നെ ഒരു 1000 വട്ടം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒന്ന് വിളിച്ചു തന്നത്. എന്നിട്ട് എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ആ മാമി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സുഖമല്ലേ? ആ അത് അങ്ങനെ പോണു. പിന്നെ മാമി ഇന്ന് വൈകുന്നേരം അവിടെ വെച്ചൊന്ന് വരുന്നുണ്ട്. കുറേ ആയല്ലോ കണ്ടിട്ട്. മാമി അവിടെ നിന്നാൽ മതി, ഞാൻ ഫാദിക്കാനെ വിട്ടോളാം. അതൊന്നും വേണ്ട മോളെ, ഞാൻ അങ്ങോട്ട് വന്നോണ്ട്. എന്തായാലും ഒന്ന് വേഗം വരും. കുറേ ദിവസമായല്ലോ കണ്ടിട്ട്, കുറേ സംസാരിക്കാണ്ട് എനിക്ക്. ആ എനിക്കും കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ പെട്ടെന്ന് പോരി. ഇത് താത്ത, ഇവിടെ മൈദ ഉണ്ടാ? ആ ഉണ്ട്. എന്തിയേ? എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനാ? എന്താ പോയിട്ട് സ്നാക്സിന് പൂതി എനക്ക്? അല്ലാ, എനിക്ക് പൂതിയായിട്ടല്ല, ഇന്ന് മാമി വരുന്നുണ്ട്. അങ്ങനെ വരട്ടെ, വെറുതെ അല്ല മുഖത്തിന് ഇത്ര തെളിച്ചം. പിന്നെ അല്ല, എത്ര കാലമായി എന്നറിയാം കണ്ടിട്ട്. ശരി തന്നെയാണ്, ഇക്കെന്തെങ്കിലും കൂടെ പറഞ്ഞിട്ടുള്ളൂ. മറുവൻ്റെ മാമിനെ കണ്ടിട്ട് കുറേ ആയല്ലോ. എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ? എന്നിട്ട് ഉള്ളിവട ഉണ്ടാക്കണേ? മറുവമേമിന്റെ മാമി. പിന്നെ ഒരു കുറച്ച് കപ്പലണ്ടി മുട്ടായും കൊണ്ടുവരും, എള്ളുമുട്ടായും കൊണ്ടുവരും. ഒരു അത് മാത്രം വെച്ചോളൂ. അവർക്ക് കുറച്ച് ഡയറി മിൽക്കും കിൻഡർ ജോയും ഒക്കെ കൊടുന്നൂടെ? ഓ പാവം, അറച്ചു കേട്ടാ വിചാരിക്കും കുട്ടി മുട്ടായി കണ്ടിട്ട് കാലം കുറയായി. എന്തിനാ ഉള്ളി മുറിക്കണേ? ഉള്ളി മുറിക്കണത് ഉള്ളിവട ഉണ്ടാക്കാന്. അതെങ്ങനെ ഉള്ളിവട ഉണ്ടാക്കാ? ഉള്ളി അത് ശരി, ഉള്ളിവടയിൽ പിന്നെ ഉള്ളി ഇടാൻ പറ്റൂടാ? ഉള്ളി ഇടാതെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിക്കൂടെ?
അങ്ങനെയാണെങ്കിൽ ആദ്യക്കുന്ന് ഉള്ളിടാത്തുള്ളി വട. നിക്കൊന്നും വേണ്ട, ഉള്ളിടാത്ത ഉള്ളിവട. ഒരു പൊട്ടത്തരം പറയാതിരിക്കുവോ ആദ്യേ? മാമി എത്ര കാലായി കണ്ടിട്ട്. മാമി നല്ല മെലിഞ്ഞ്. ഇജല്ലെങ്കിലും ഇങ്ങനെ പറയുള്ളൂ. ഇജ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെയാ പറഞ്ഞേ. പിന്നെ ഉള്ളതല്ല പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓടി ഓടുന്നു. അത് എനിക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ട് തോന്നണാണ്. മാമി ഇരുന്നോളി. ആ മോളെ ഇരിക്കാം. മക്കളൊക്കെ എന്ത് ചെയ്യേ? ആ ചെറുത് ഉറങ്ങാണ്. മറ്റേത് അവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ, മാമി ഇപ്പോൾ വന്നത് ഒരു അത്യാവശ്യ കാര്യം എന്നോട് പറഞ്ഞ് ഏൽപ്പിക്കാനാണ്. അത് ഇത്രയും വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന് ഞാൻ നീറാണ്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി പറയാൻ പറ്റില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അല്ലെങ്കിലും ഇത് മോളോട് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ അത്രയും കാലം പറയാതിരുന്നതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മാമി ടെൻഷനൊക്കെ അത് കാര്യം പറയേ. മോള് വിചാരിക്കണ പോലെ മോള് ഒറ്റക്കല്ല. മാമി ഉണ്ടെന്നാവും അല്ലേ? എനിക്കറിയാലോ എൻ്റെ മാമിൻ്റെ കൂടെ നിന്ന്. അതല്ല, മോളെ ഉപ്പയും അമ്മയും മരിച്ചു പോയെങ്കിലും മോൾക്ക് ഒരു കൂടപ്പറപ്പും കൂടെ ഉണ്ട്, ഒരു അനിയത്തിക്കുട്ടി. ആ കുട്ടീൻ്റെ നിക്കാഹാണ് അടുത്ത ആഴ്ച. ഈ സമയത്തെങ്കിലും മോളോട് ഇത് പറയണമെന്ന് തോന്നി. സത്യാണോ മാമി പറഞ്ഞേ? സത്യാണോ? മോളെങ്ങനെ കാണാൻ എൻ്റെ പോലെ തന്നെയാണോ? ആ മോളെ അതേപോലെ തന്നെ. ഞാൻ ഈ കാര്യം മോളോട് പറയണ മുന്നേ മോളോളെ കാണരുത് എന്ന് എൻ്റെ ആഗ്രഹം. എനിക്കോളെ അറിയാം മാമി. ഓള് റോനൻ്റെ ഫ്രണ്ടാ. ഇവിടെ വന്നിന്ന് ഞാൻ ഓളെ കണ്ട് എനിക്കോളെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഓളിൻ്റെ അനിയത്തിയായിരുന്നെങ്കിൽ. എന്തിനാ മാമി ഇത്രയും കാലം മറച്ചു വെച്ച്? ഓളാരും ഇല്ലാത്തവരെ പോലെ ആ ഓർഫനേജിൽ എന്നോട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഓളങ്ങനെ കഷ്ടപ്പെടാൻ വിടൂലായിരുന്നു. ആരും ഇല്ലാത്തവരെ പോലെ എൻ്റെ കുട്ടി. എന്തിനാ മാമി ഇങ്ങനെ ചെയ്തേ? എനിക്കിപ്പോളെ കാണണം മോളെ. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഓളെ കാണണം. മറുവ എന്തിനാ നിനക്ക് അറിയണ? മാമി ഇവൾക്ക് എന്താ പറ്റിയേ? താത്ത, ജബലി ആരാന്നറിയോ? എന്റെ അനിയത്തിയാ ജബലി. ജബലിയോ? മാമി ഇവള് പറഞ്ഞ സത്യാണോ? എന്നിട്ട് എന്തെങ്കിലും പറയാതിരുന്നേ? നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നറിയോ നിങ്ങൾക്ക്? ഇവരെ അടുത്ത് അനിയത്തിയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളിത് മറച്ചു വെച്ചത്? മോളെ മറുവ, ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്കൊന്ന് കേക്കണ്ടേ മാമി? ഇങ്ങനത് ചെയ്യാതെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു കുറവും വരാതെ നോക്കിയേ. പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചു വിട്ടതൊക്കെ. പക്ഷെ എന്റെ കുട്ടി എന്തോരം കഷ്ടപ്പെട്ടു നിങ്ങൾക്കറിയോ? ഓർഫനേജിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി? നിങ്ങൾക്ക് ഓളെ നോക്കാൻ പറ്റില്ലാതെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ എങ്ങനെയും ജോലി എടുത്തിട്ട് ഓളെ നോക്കില്ലായിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്ത്? എനിക്ക് ഓളെ കാണണം. നമുക്കൊന്ന് പോയിട്ട് വരാം. ജുവാ, കരയല്ലേ, നമുക്ക് പോവാം. എന്തായാലും ഓളെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ, ഇങ്ങനെ കരയല്ലേ. മറുവ, ഇതൊന്ന് പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വന്നാ. നമുക്ക് ഓർഫനേജിൽ പോകണ്ടേ? അവളെ കാണണ്ടേ? ചെല്ലേ, പോയിട്ട് മുഖം കഴുകിയിട്ട് വാ. ഓൾക്ക് അത്രയ്ക്ക് സങ്കടമായോണ്ട് ഓൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം അങ്ങനെ ചെല്ലി, കുറച്ച് കഴിഞ്ഞിട്ട് ഓളെന്നെ അങ്ങോട്ട് വിളിച്ചോളൂ. ഇവളത് കഴിഞ്ഞാണാവോ? മറുവ, ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലേ? മറുവ, അല്ലാ മറുവ, ഇവൾക്ക് എന്താ പറ്റി? മറുവ, മറുവയുടെ കൂടെ വന്നതായിരിക്കാ? ഞങ്ങളാ. പേടിക്കാനൊന്നുമില്ല കേട്ടോ, BP ഒന്ന് ലോ ആയതാ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഷീസ് പ്രഗ്നന്റ്. അൽഹംദുലില്ലാ. പിന്നെ ആള് ഭയങ്കര വീക്കാ, അതുകൊണ്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പോവാം. ഇപ്പൊ കയറി കണ്ടോളൂ. പിന്നെ മറുവയുടെ ഹസ്ബൻഡ് ആരാ? ഞാനാ. ഡോക്ടർ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഓക്കെ.
അങ്ങനെ നമ്മളെ കാക്കാന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ഈ പാട്ടും കഴിഞ്ഞ്. പക്ഷേ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയാണ്ട്. ആ പെണ്ണുണ്ടല്ലോ ബി, നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും തല കൂത്തി മറിഞ്ഞിട്ടാണ് ഓൾ ഇത് എഡിറ്റ് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്ത്. പെണ്ണാണെങ്കിൽ പറയാ ഞങ്ങളോട് പറഞ്ഞു ചെയ്ത് സൺഡേ ഇടുന്ന്. നിങ്ങൾ വിചാരിക്കണ പോലെ അത് അത്ര എളുപ്പല്ലട്ടാ. പെണ്ണ ഒറ്റക്കാണ് എഡിറ്റ് ചെയ്യണതും ഡബ് ചെയ്യണതും സ്റ്റോറി ഉണ്ടാക്കണൊക്കെ കഷ്ടപ്പാടാണ്. പിന്നെ അത് ചൊറിയും കുത്തിരിക്കില്ല, പെണ്ണിന് ക്ലാസ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു നൈറ്റാണ് അവൾക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടുന്നത്. ഓൾക്ക് ഡാർക്ക് സർക്കിൾസ് വന്നാലേ അതിൽ ഉത്തരവാദി നിങ്ങളൊക്കെ തന്നെയാവും. അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഓൾക്ക് ചെയ്തു കൊടുക്കുക. ഇതൊന്ന് മാറി നജ്ജ് പറഞ്ഞ ഒന്നും ഒരിക്കലും മനസ്സിലാവണില്ല. അന്തം വിട്ടിരിക്കണില്ല പുള്ളേര്. മക്കളെ ഇങ്ങോട്ട് നോക്കി കാക്ക പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റണ പണി എന്ന് പറയുമ്പോ ആ ബീക്ക് ഒരു ലൈക്ക് കൊടുക്കുക, സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക, പിന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്. അത് കാണുമ്പോഴേ ഓൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ത്വര കൂടും. അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾക്ക് വേട്ടരും. മനസ്സിലായോ?